ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്, ബിനോയ് വിശ്വം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടാണ് എന്നുള്ളതാണ്. ഇതൊക്കെ അന്വേഷണത്തിന് ശേഷമൊക്കെ അധികകാലം ഉണ്ടാവില്ല എന്നൊക്കെ താങ്കൾ പറഞ്ഞതിനെ അദ്ദേഹം തള്ളുകയാണ്. ആ നിലപാട് CPI സെന്ററാണ്. CPI സെന്റർ മാറ്റമൊന്നുമില്ല. വളരെ വ്യക്തമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. ഒരു വട്ടമല്ല, 2 വട്ടം. എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF നയിക്കുന്ന, LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. ഞാൻ CPI സെക്രട്ടറി പറയുന്നു, CPI സ്റ്റാൻഡ് ഇതാണ്. അതിലും ഒരു മാറ്റമില്ല. ആ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല, അവകാശമില്ല. മാറിയേ തീരൂ. ഈ അൻവർ ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ കയ്യും കാലം വെട്ടുമെന്നാണ് CPIM പ്രവർത്തകർ മുദ്രാവാക്യം. ഈ വിമർശകരോട് ഈ കയ്യും കാലം വെട്ടുന്നതാണോ ഈ ഇടതുപക്ഷ? ആ ശൈലി കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലല്ലോ. CPIക്ക് നല്ല ഉറപ്പുണ്ട്, ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലുമെല്ലാം കയ്യും കാലും വെട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല, ഇടതുപക്ഷ മാർഗമല്ല. ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ്. അങ്ങനെ എതിർക്കാൻ കെൽപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിന്. ആശയത്തിൻ്റെ ബലത്തിൽ CPIക്ക് വിശ്വാസമുണ്ട്. CPIക്ക് ഉറപ്പുണ്ട്, ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം, അല്ലാതെ ആയുധം കൊണ്ടാകാൻ പാടില്ല.